മമ്മി, മമ്മി! ഹൃദയം പിടഞ്ഞുള്ള റോണയുടെ വിളി വിദൂരതയിൽ എവിടെയോ നിന്നെന്ന പോലെ റൂബി കേട്ടു. കണ്ണു തുറന്ന് പിടഞ്ഞെണീറ്റ് അവളെ വാരി പുണരാനും മമ്മിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനുമൊക്കെ നെഞ്ചം വിതുമ്പുമ്പോഴും കണ്ണു തുറക്കാൻ അവർക്ക് ധൈര്യം കിട്ടിയില്ല. വീണ്ടും കഴിഞ്ഞുപോയ ദുരന്തങ്ങളിലേക്കാണല്ലോ ഉണർന്നെഴുന്നേൽക്കേണ്ടതെന്ന ഭയം അവരുടെ ഹൃദയത്തെ ഒന്നാകെ പിടിച്ചുലച്ചിരുന്നു. മമ്മി! വീണ്ടും വേദന നിറഞ്ഞ റോണയുടെ വിളി കേട്ടതും റൂബിക്ക് ഉണരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ ബന്ധപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. ബെഡിന് ചുറ്റും നിരന്നു നിൽക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടതും റൂബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരയില്ലേടോ, ഞാൻ പൂർണ്ണമായും തോറ്റുപോയല്ലോ ഇച്ചായ. ഞാൻ വളർത്തിയ അവനെങ്ങനെ കഴിഞ്ഞു ഒരു പെൺകുട്ടിയെ? ആ നേരത്ത് നമ്മുടെ റോണമോളെ പോലും അവനെ ഓർത്തില്ലല്ലോ. തന്നെ ആശ്വസിപ്പിക്കാൻ ചേർത്ത് പിടിച്ച പോളിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു കൊണ്ട് പൊട്ടിക്കരയുക തന്നെയായിരുന്നു റൂബി. റീജോയെക്കുറിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ അവരെന്ന അമ്മയെ അത്രയേറെ തകർത്തെറിഞ്ഞിരുന്നു. മനസ്സിന്റെ തളർച്ച റൂബിയുടെ ശരീരത്തിലേക്കും വ്യാപിച്ചിരുന്നത് കൊണ്ട് തന്നെ ട്രിപ്പൊക്കെ ഇട്ടിട്ട് വൈകുന്നേരത്തായിരുന്നു അവരെ ഡിസ്ചാർജ് ചെയ്ത് കളരിക്കലേക്ക് കൊണ്ടുവന്നത്. അതിനിടയിൽ പുറത്ത് പലതും നടക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനോടൊപ്പം സംഭവവികാസങ്ങൾ ഏറെയായി. വേദ കൊലക്കേസ് ഒരു കോളിളക്കം തന്നെയായിരുന്നു സൃഷ്ടിച്ചത്. വേദയുടെ ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിനൊപ്പം കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന മയക്കുമരുന്ന് റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തേക്ക് വന്നതോടെ ആളുകൾ അവിശ്വസനീയതയോടെയായിരുന്നു എല്ലാം നോക്കിക്കണ്ടത്. അതോടെ കോളേജിലും കോളേജ് ഹോസ്റ്റലിലുമൊക്കെ പോലീസ് കയറിയിറങ്ങി. വിദ്യാർത്ഥികളും അധ്യാപകരും വരെ ഉൾപ്പെടുന്ന നിരവധി കണ്ണികൾ അറസ്റ്റിലായി. ചാനലുകൾക്കും പത്രങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും നാളുകളോളം കൊട്ടിഘോഷിച്ചാടാനുള്ള വക തന്നെയായിരുന്നു വേദ കൊലക്കേസ് ചുരുളഴിഞ്ഞതോടെ ഉണ്ടായത്. റീജോയെയും സെബാനെയും കോടതിയിൽ ഹാജരാക്കിയതും വിചാരണ തുടങ്ങിയതുമെല്ലാം അറിയുന്നുണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഇടപെടുന്നത് പോയിട്ട് അവർക്കായി ഒരു വക്കീലിനെ ഏർപ്പെടുത്താൻ പോലും കളരിക്കൽ നിന്നും ആരും തയ്യാറായിരുന്നില്ല. അത്രമേൽ അവരുടെയൊക്കെ ഹൃദയങ്ങളെ കീറിമുറിക്കുന്ന പ്രവൃത്തിയായിരുന്നു റീജോയിൽ നിന്നും ഉണ്ടായത്. ആമയും റയാനും ഇപ്പോൾ കളരിക്കൽ തന്നെയാണ് താമസം. റീജോയുടെ പ്രശ്നത്തിൽ തകർന്നടിഞ്ഞുപോയ പോളിനും റൂബിക്കും അതൊരു ആശ്വാസമാണെന്ന് തോന്നിയത് കൊണ്ട് അവരിരുവരും ചേർന്നെടുത്ത തീരുമാനം തന്നെയായിരുന്നു അത്. എന്താണ് കണ്ണാടിക്ക് മുന്നിൽ നിന്നൊരു പ്രഹസനം? മുറിയിലേക്ക് കയറി വരുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ പല പോസിൽ നിന്നുകൊണ്ട് വയറ് പരിശോധിക്കുന്ന ആമയെ കണ്ട് റയാൻ ചിരിയോടെ ചോദിച്ചുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടു. ഇപ്പോ വയറ് വലുതായിട്ടില്ലേ ഇച്ചായ? അവനെ കൂടി കണ്ടതും ആമി കൂടുതൽ ആവേശത്തിലായി. അവളുടെ മുഖം വല്ലാതെ തിളങ്ങി. 4 മാസത്തിന്റെ വളർച്ചയൊക്കെ ഉണ്ട്. അവളുടെ വീർത്ത വയറിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് റയാൻ ബെഡിലേക്ക് വന്നിരുന്നു. എന്താ നോക്കുന്നത്? അല്ല, എൻ്റെ ജീവനൊരു കുഞ്ഞിക്കുരുന്നായി എൻ്റെ ആമിക്കൊച്ചിൻ്റെ ഈ കുഞ്ഞു വയറിനകത്തുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു കുളിര്. വല്ലാത്തൊരു ഫീലാ നിന്റെ ഈ വയറ് കാണുമ്പോൾ തന്നെ. ഞാൻ പൂർണ്ണനായതുപോലൊരു ഫീൽ. പതിഞ്ഞതെങ്കിലും വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു. അപ്പോഴത്തെ അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടൊരു കുഞ്ഞു ചിരിയോടെ ആമി തൻ്റെ ടീഷർട്ടും താഴ്ത്തിയിട്ടുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു. അപ്പോഴേക്കും റയാൻ കൈകൾ വിടർത്തി വെച്ച് അവളെ തന്നിലേക്ക് ക്ഷണിച്ചു. ആ വിളി കൊതിച്ചിരുന്നത് പോലെ ആമി അവൻ്റെ നെഞ്ചിലേക്ക് തലവച്ചു കിടന്നു. എന്താടി പൊട്ടികാളി ആലോചിക്കുന്നേ? അവളുടെ മുഖം മങ്ങിയതും ചിന്തകൾ മറ്റെവിടേക്ക് പാഞ്ഞു മറിഞ്ഞതും റയാൻ പതിയെ ചോദിച്ചു. ഞാൻ ഓർക്കുമായിരുന്നു ഇച്ചായ, അന്ന് വികാസോ അല്ലെങ്കിൽ റീജോയോ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെയൊരു ദിവസം ഉണ്ടാകുമായിരുന്നോ? ഒരു കൈകൊണ്ട് വയറിൽ തലോടി ചോദിക്കുമ്പോൾ ആമയുടെ ഉടൽ വിറച്ചിരുന്നു. അതറിഞ്ഞതുപോലെ റയാൻ അവളെ പിടിയൊന്നുകൂടി മുറുക്കി. ഇനി അതൊന്നും ഓർക്കണ്ട, ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുമാത്രമല്ല, അവന്മാരൊക്കെ ഇപ്പോൾ കിടക്കേണ്ടടുത്ത് തന്നെ സേഫ് അല്ലേ? അയാളുടെ അവസ്ഥ എന്താ ഇച്ചായ? പെടുന്നനെ വികാസിന്റെ ഓർമ്മ വന്നതും ആമി ചോദിച്ചു. ട്രീറ്റ്മെന്റ് തുടങ്ങി. അവസ്ഥ കുറച്ച് മോശമാണ്. ആരെയും തിരിച്ചറിയത്തൊന്നുമില്ല. മാനസയും കുഞ്ഞിനെ ആരെയും കൊല്ലുമെന്ന് പറഞ്ഞ് നിലവിളിയാ ഏതു നേരവും. എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ കുറച്ചേറെ വൈകുമെന്നാ ഡോക്ടർ പറഞ്ഞത്. റയാൻ പറഞ്ഞത് കേട്ട് കിടക്കുമ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടെന്ന പോലെ ആമിയിൽ സഹതാപം നിറഞ്ഞു. ചുമ്മാ ഓരോന്നോർത്ത് ടെൻഷൻ ആവില്ലേ കൊച്ചേ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഐ ലവ് യു. തൻ്റെ ഷർട്ടിനുള്ളിലേക്ക് മുഖം കടത്തി രോമാവൃതമായ മാറിൽ മുഖം ഉരച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ഉടലിൽ ഒരു തരിപ്പ് പടർന്നെങ്കിലും റയാൻ മുഖമുയർത്തി അവളെ നോക്കി. ഇച്ചാന് ചെവി കേൾക്കത്തില്ലയോ? ആമി കെറിവിച്ചതുപോലെ ചോദിച്ചത് കേട്ട് റയാൻ പതിയെ ചിരിച്ചു. എന്താണ് ഇച്ചായൻ്റെ ആമിക്കൊച്ചിനൊരു ഇളക്കം? പെടുന്നതിന് ആമിയുടെ മുഖം വീണ്ടും തുടുത്തു. കണ്ണുകളിൽ മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ നിറഞ്ഞു. എന്താണ്? കിസ്മി. അവൻ്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം പറിച്ചു മാറ്റാതെ അത്രമേൽ ആർദ്രമായി പറയുമ്പോൾ അവളിൽ വല്ലാത്തൊരു കൊതിയാണെന്ന് തോന്നിപ്പോയി റയാന്. പതിയെ അവളുടെ ആ ഭാവം അവൻ്റെ മുഖത്തേക്കും പടർന്നു. തന്നിലേക്ക് ചാഞ്ഞു കിടക്കുന്നവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ
മുഖം കുനിച്ചവളുടെ ചൊടികളോടടുത്തു. സ്വയം അറിയാതെ ആമിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം അവളിലേക്ക് അലിയാനുള്ള അടങ്ങാത്ത ആവേശത്തോടെ റയാൻ അവളുടെ തുടുത്ത ചൊടികളെ കവർന്നെടുത്തു. കണ്ണുകൾ തുറക്കാതെ തന്നെ ആമി അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് കിടത്തിക്കൊണ്ട് റയാൻ അവളുടെ ഇരുതളങ്ങളെയും നുകർന്നെടുക്കാൻ തുടങ്ങി. മൃദുവായി തുടങ്ങിയ ചുംബനത്തിന്റെ തീവ്രതയേറിയതും അവൻ അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞു വലിച്ചു. ചുണ്ടും നാവും ചേർത്ത് അത്രമേൽ തീവ്രമായ അവന്റെ ഓരോ ചലനങ്ങളും ആമിയെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. അതിന്റെ തെളിവെന്ന പോലെ അവളുടെ കൈകൾ അവന്റെ പുറത്തു മുറുകി. കാൽവിരലുകൾ മുറുകി ബെഡിലമർന്നു. റയാൻ. അവളുടെ വിളി മാത്രം മതിയായിരുന്നു റയാനിലെ പുരുഷനെ പൂർണ്ണതയിലെത്തിക്കാൻ. അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാതെ തന്നെ അവളെയും വാരിയെടുത്തുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഇപ്പോൾ ആമി റയാന്റെ മടിയിൽ അവന്റെ അരിക്കട്ടിനിരുവശവും കാലുകളിട്ടാണിരിപ്പ്. അപ്പോഴും റയാൻ അവളെ വന്യമായി ചുംബിച്ച് തളർത്തിക്കൊണ്ടേയിരുന്നു. ഒപ്പം അവന്റെ കൈകൾ അവളുടെ ഉടൽ അളവുകളെടുത്ത് മുന്നേറിക്കൊണ്ടിരുന്നു. അവളെ ചേർത്ത് പിടിച്ചിരുന്ന കൈകളിലൊന്നിപ്പോൾ അവളുടെ നെഞ്ചിലെ ഉയർച്ചകളെ വന്യമായി ലാളിക്കുകയായിരുന്നു. അവിടെ അവന്റെ കൈകൾ തീർക്കുന്ന നൊമ്പരം നിറഞ്ഞ അനുഭൂതികളിൽപ്പെട്ട് തളർന്നുപോയിരുന്നു ആമി. ഒടുവിൽ എപ്പോഴോ അവന്റെ പ്രണയത്തിന്റെ പൂർണ്ണതയിൽ സംതൃപ്തിയോടെ അലിഞ്ഞില്ലാതാകുമ്പോൾ ആമിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി അവളിലെ പെൺമയെ പൂർണ്ണതയിലെത്തിച്ച് പിൻവാങ്ങുമ്പോൾ തന്റെ പ്രണയത്താൽ തളർന്നു കിടക്കുന്നവളുടെ നെറുകയിലും അവളുടെ വീർത്ത വയറിലുമൊന്ന് മുത്താൻ മറന്നിരുന്നില്ല റയാൻ. രാവിലെ പത്രവായനയിലായിരുന്നു പോൾ. ആ നേരത്തായിരുന്നു സ്റ്റെഫിന്റെ കാർ ഗേറ്റ് കടന്നു വന്നത്. പതിവില്ലാത്ത നേരത്തുള്ള അവന്റെ വരവിൽ ഒന്ന് അന്തലിച്ചു പോയ പോൾ വേഗം പത്രമടച്ചു വെച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും സ്റ്റെഫി അകത്തേക്ക് കയറി വന്നിരുന്നു. ഇതെന്നാടാ ഈ നേരത്തൊരു വരവ്? ഒന്നുമില്ല അങ്കിളെ, ഞാൻ അത്യാവശ്യമായിട്ട് അവനെ ഒന്ന് കാണാൻ വന്നതാ. സ്റ്റെഫി അത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയതും പോളും അവന്റെ പിന്നാലെ ചെന്നു. ആഹാ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എവിടെടി നിന്റെ കെട്ടിയോൻ? ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് ചായ കുടിക്കുമായിരുന്ന ആമിയുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് സ്റ്റെവിൻ ചോദിച്ചു. ഇച്ചായ എണീറ്റിട്ടില്ല ചാച്ച. ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി വിളിച്ചോളാം. റയാനെ വിളിക്കാനെ റൂമിലേക്ക് പോകാൻ എണീറ്റ് ആമിയെ അവിടെ തന്നെ പിടിച്ചിരുത്തിയിട്ട് അവൻ മുറിയിലേക്ക് നടന്നു. സ്റ്റെഫി ചെല്ലുമ്പോൾ ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുകയായിരുന്നു റയാൻ. അരവരെ മാത്രം പുതപ്പ് മൂടിക്കിടന്നുറങ്ങുന്നവൻ്റെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ബെഡിലേക്ക് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ പുറത്ത് തെളിഞ്ഞു കാണുന്ന നഖം കൊണ്ട് പോറിയ പാട് കണ്ട് സ്റ്റെഫി അറിയാതെ ചിരിച്ചുപോയി. ഈ അവസ്ഥയിൽ പോലും അവൻ ആ പെങ്കൊച്ചിന് റെസ്റ്റ് കൊടുക്കത്തില്ല. ഡാ കോപ്പേ, പിറുപിറുത്തുകൊണ്ട് റയാന്റെ പുറത്തൊരു അടി കൊടുത്തുകൊണ്ട് അവൻ വിളിച്ചു. ഉറക്കത്തിൽ പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് തന്നെ റയാൻ ചാടി എഴുന്നേറ്റു. ഉണർന്നതും മുന്നിൽ മൊത്തം പല്ലും കാണിച്ച് ചിരിയോടെ ഇരിക്കുന്നതിനെ കണ്ടതും അവൻ പല്ല് കടിച്ചു. എന്താടാ നിനക്ക്? നീ ഉറങ്ങുമായിരുന്നോ? ഏയ് അല്ലടാ, ഞാനിവിടെ സർക്കസ് കളിക്കുമായിരുന്നു. ആ, നിന്റെ സർക്കസ് കുറച്ച് കൂടുന്നുണ്ട്. പക്ഷേ നിന്റെ കൂട്ടുകക്ഷിക്ക് ഗർഭിണിയാണെന്നുള്ള ബോധം വേണം മോന്. ഒരു മര്യാദയൊക്കെ വേണ്ടടേ. എണീറ്റ് പോടാ. നിന്റെ വീട്ടിലിരിക്കുന്നവളെ പിന്നെ നീ രൂപക്കൂട്ടിൽ വെച്ചേക്കുവാണല്ലോ, അത് മതി. ഉറക്കം മുറിഞ്ഞതിൻ്റെ പിന്നാലെ സ്റ്റെഫിൻ്റെ ആക്കല് കൂടിയായപ്പോൾ റയാൻ കലിപ്പോടെ പറഞ്ഞിട്ട് എണീറ്റ് ബാത്റൂമിന് നേരെ നടന്നു. ഇനി അതിനകത്ത് കയറി അടയിരിക്കാതെ പെട്ടെന്ന് റെഡി വാ, നമുക്ക് ഒരിടം വരെ പോകണം. റയാൻ വാതിലടയ്ക്കും മുമ്പേ സ്റ്റെഫി വിളിച്ചു പറഞ്ഞു. പെടുന്നനെ റയാൻ വാതിലടയ്ക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. എന്താടാ, എവിടെ പോകാനാ? പെടുന്നനെ ഇരുവരുടെ മുഖവും ഗൗരവത്തിലായി. നിന്റെ പൊന്നനിയനെ പൂട്ടിയെങ്കിലും അവനെ കൊണ്ടുള്ള തലവേദനയ്ക്കൊന്നും ഒരു കുറവുമില്ലടാവേ. രാവിലെ അവൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. വുമൻസ് കോളേജിൽ അവനോട് ദിവ്യപ്രേമം മൂത്ത് നടന്നൊരു പെങ്കൊച്ചുണ്ടായിരുന്നു പോലും. ഇന്നലെ രാത്രി എങ്ങാണ്ട് അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. സ്റ്റെഫി പറഞ്ഞതും റയാൻ ഡോറിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിന്നു. റൂബിയും ആമിയും കൂടി ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ടേബിളിലേക്ക് എടുത്തു വച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു റയാനും സ്റ്റെഫിനും കൂടി അങ്ങോട്ട് വന്നത്. റയാൻ പുറത്തേക്ക് പോകാൻ റെഡിയായിട്ടാണ് വന്നേക്കുന്നതെന്ന് കണ്ടതും ആമിയുടെ മുഖം ചുളിഞ്ഞു. ഇച്ചായനിത് എങ്ങോട്ടാ ഇത്ര നേരത്തെ? കഴിക്കുന്നില്ലേ? ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്നതാടാ രണ്ടിനും ഒരു കള്ളത്തരം? എങ്ങോട്ടാ രണ്ടും കൂടി ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത്? അവൻ പറഞ്ഞതിന് മറുപടിയായി ആമി എന്തെങ്കിലും പറയും മുമ്പ് പോളിന്റെ ചോദ്യം എത്തിയിരുന്നു. ഒന്നുമില്ല ഡാഡി, ഇവന്റെ ഒരു കാര്യത്തിന് പോവുക. അതോ എൻ്റെ തലതെറിച്ച സന്താനം പുതിയ കുരിശു വല്ലതും പിടിച്ചു വച്ചിട്ടുണ്ടോ? ഡൈനിങ് ടേബിളിനരികിൽ നിർവികാരമായി നിൽക്കുന്ന റൂബിയെ കണ്ടിട്ട് പോലും അമർഷം അടക്കാൻ കഴിയാതെ അയാൾ ചോദിച്ചു പോയിരുന്നു. ആ വാക്കുകൾ റൂബിയുടെ നെഞ്ചിലൊരു കനം പോലെ ചെന്ന് തൂങ്ങി. അവരുടെ കണ്ണുകൾ നിറയാൻ വേണ്ടി. അത് കണ്ടെങ്കിലും ആ സമയത്ത് അത് കണ്ടില്ലെന്ന് നടിക്കാനായിരുന്നു പോളിന് തോന്നിയത്. അങ്ങനെയൊന്നുമില്ല ഡാഡി, ഞങ്ങൾ പോയിട്ട് വരാം, വാടാ. ഇനിയും അവിടെ നിന്ന് ആ സംസാരത്തിന്റെ ദൈർഘ്യം കൂട്ടേണ്ടെന്ന് കരുതി റയാൻ സ്റ്റെഫിയെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. കാർന്നോര് കട്ട കലിപ്പിലാണല്ലോ. അതിൻ്റെ കൂടെ ഇതും കൂടെ അറിഞ്ഞാൽ അങ്ങേര് ജയിലിൽ കയറി അവനെ ചവിട്ടി കൂട്ടും. പുറത്തേക്ക് ചെന്ന് കാറിന്റെ ഡോറ് തുറക്കുന്നതിനിടയിൽ റയാന് മാത്രം കേൾക്കാൻ പാകത്തിൽ സ്റ്റെഫി പറഞ്ഞു.
റയാൻ പക്ഷേ അതിന് മറുപടിയൊന്നും നൽകാതെ ദീർഘമായെന്ന് നിശ്വസിച്ചതേയുള്ളൂ. അപ്പോഴും പുറത്തിറങ്ങി ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ കാറിലേക്ക് കയറാൻ പോകുന്നവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആമി. എന്തുകൊണ്ടോ അവൻ്റെ ആ പ്രവൃത്തി അവളിൽ തെല്ല് നൊമ്പരം തീർത്തിരുന്നു. ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് അതിന് നിന്നില്ലെന്ന് മാത്രമല്ല, നീ കഴിച്ചോന്ന് പോലും ചോദിക്കാതെയുള്ള അവൻ്റെ പോക്ക് അവളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. മോള് വന്നിരുന്ന് കഴിക്ക്, അവൻ ഇനി പുറത്തുനിന്ന് കഴിച്ചോളും. റയാൻ പോയ വഴിയെ തന്നെ നോക്കി തറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോഴായിരുന്നു റൂബിക്ക് അവളുടെ അവസ്ഥയോർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ച് സ്വന്തം വേദനയടക്കിക്കൊണ്ട് അവർക്കരികിലേക്ക് വന്നതായിരുന്നു അവർ. എനിക്കിപ്പോൾ വേണ്ട മമ്മി. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഈ സമയത്ത് വയറും കാഞ്ഞിരുന്നൂടാ. തോന്നുന്ന നേരത്തുള്ള കഴിപ്പും പറ്റത്തില്ല. വയറ്റിലൊരു കുഞ്ഞുള്ളതാ. ഇങ്ങോട്ട് വന്നിരുന്നേ. റൂബി അവളെ ശാസനയോടെ നോക്കി. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ മമ്മി, കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ആമിയത് പറഞ്ഞതും അവളുടെ പിന്നിലൂടെ ആരോ ചേർത്ത് പിടിച്ചിരുന്നു. റൂബി പെട്ടെന്ന് അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. തൊട്ടരികിൽ തൻ്റെ പാതിയുടെ സാന്നിധ്യം അറിഞ്ഞതും ആമി ഞെട്ടി തിരിഞ്ഞു നോക്കി. ഈച്ചായം പോയില്ലേ? പോയെങ്കിൽ പിന്നെൻ്റെ ആമി കൊച്ചിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുവോ? തിരിഞ്ഞു തന്നെ നോക്കി കണ്ണു വിടർത്തി നിൽക്കുന്നവളുടെ മൂക്കിൽ മൂക്കുകൊണ്ട് നുരസി റയാൻ ചോദിച്ചു. എന്തു പറ്റി എൻ്റെ കൊച്ചിന് കഴിക്കാൻ വേണ്ടാത്തത്? അവൻ ചോദിച്ചതും ആമിയുടെ മുഖം കുനിഞ്ഞു. മുഖത്തോട്ട് നോക്കാമി. അവൻ്റെ സ്വരമുയർന്നതും ആമി അനുസരണയോടെ അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. എന്താ എൻ്റെ കൊച്ചിന് വിശപ്പില്ലാത്തത്? ഞാൻ ഇച്ചായൻ്റെ കൂടെ കഴിക്കാനിരുന്നിട്ട്. അച്ചോടാ, അതാണോ കാര്യം? അവൻ അത്യാവശ്യമായിട്ട് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഞാനതങ്ങ് വിട്ടുപോയി. ഇനി ഏതായാലും എന്നാ സംഭവിച്ചാലും എൻ്റെ കൊച്ചിൻ്റെ കൂടെ കാപ്പി കുടിച്ചിട്ടേ പോണുള്ളൂ. വായോ. റയാൻ അവളെയും ചേർത്ത് പിടിച്ച് ഡൈനിങ് ടേബിളിനരികിലേക്ക് നടന്നു. മമ്മി വായോ. കിച്ചണിലേക്ക് നോക്കി അവൻ വിളിച്ചതും റോബി വേഗം വന്ന് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. അപ്പോഴേക്കും പോളും റോബിനും ജെസ്സിയും റോണയും എല്ലാം വന്നിരുന്നു. വാ വധൂരി, ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി സീൻ പിടിച്ചു കഴിഞ്ഞെങ്കിൽ കയറി വാ. ഞാനേതായാലും എൻ്റെ ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ വരുന്നുള്ളൂ. ഹാളിൻ്റെ വാതുക്കൾ നിന്ന് ലേറ്റാകുന്നെന്നും പറഞ്ഞ് കണ്ണും കൈയും കാണിക്കുന്ന സ്റ്റെഫിനെ നോക്കി റയാൻ വിളിച്ചു പറഞ്ഞതും അവനും ചവിട്ടിക്കുലുക്കി അകത്തേക്ക് വന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളെന്ന് പറയുന്നത് ദേ ഇതാ. ആമിയെ കൊണ്ടു ചെന്ന് കസേരയിലിരുത്തിയിട്ട് അവൾക്കരിയിലേക്ക് ഇരിക്കുന്ന റയാനെ നോക്കിക്കൊണ്ടായിരുന്നു സ്റ്റെഫിൻ്റെ പറച്ചിൽ. എന്നതാടാ നിന്ന് പിച്ചും പേയും പറയുന്നേ? ഓ ഒന്നുമില്ല അങ്കിളെ. കാട് ഇളക്കി നടന്നിരുന്ന ചിലരൊക്കെ ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാ. സ്റ്റെഫിൻ്റെ പറച്ചിൽ കേട്ടതും എല്ലാവരും ആമിയെയും റയാനെയും നോക്കി ചിരിച്ചു. പക്ഷെ അവിടെ രണ്ടിനും ഒരു കുലുക്കവുമില്ലായിരുന്നു. സ്റ്റെഫിനെ പുച്ഛിച്ചുകൊണ്ട് ആമിക്ക് വാരി കൊടുക്കുന്ന റയാനെയും അവൻ കൊടുക്കുന്ന ഓരോ ഉരുളയും അവകാശത്തോടെ വാങ്ങിക്കഴിക്കുന്ന ആമിയെ നോക്കി എല്ലാവരും മനസ്സ് നിറഞ്ഞു ചിരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ പരസ്പരം ഒരു തരിമ്പ് പോലും സ്നേഹമില്ലാതെ ഒന്നു ചേർന്ന് അവർക്കിടയിൽ സംഭവിക്കുന്ന ഇത്തരം നിമിഷങ്ങളൊക്കെ എല്ലാവരും അത്ഭുതത്തോടെ അതിലേറെ സന്തോഷത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. കഴിപ്പ് കഴിഞ്ഞ് റയാൻ കൈ കഴുകി വരുമ്പോൾ റൂബി കൊണ്ടുകൊടുത്ത പതിവ് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആമി. ഇനി എനിക്ക് പോകാമല്ലോ? അവളിരിക്കുന്ന കസേരയിലേക്ക് പിന്നിൽ വന്നു നിന്ന് തോളിൽ കൈ അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും ആമി തിരിഞ്ഞു നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ആഹാ, വോൾട്ടേജ് കൂടിയല്ലോ. പോയിട്ട് വരാട്ടോ. തുള്ളിച്ചാടി നടക്കാതെ എവിടെയെങ്കിലും അടങ്ങിയിരിക്കണം കേട്ടോ. ആമിയെല്ലാം തലയാട്ടി സമ്മതിച്ചതും റയാൻ കുനിഞ്ഞവളുടെ കവിളിലൊന്ന് മുത്തിയിട്ട് പുറത്തേക്ക് നടന്നു. റയാനും സ്റ്റെഫിയും കൂടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സമയം 9 കഴിഞ്ഞിരുന്നു. എവിടെയാണെന്നറിയോ? കാറ് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നാകെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് റയാൻ ചോദിച്ചു. ഇല്ല, ഞാൻ ആ പിള്ളേരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പറഞ്ഞതിനൊപ്പം തന്നെ സ്റ്റെഫി ആർക്കോ കോൾ ചെയ്ത് ഫോൺ കാതോട് ചേർത്തിരുന്നു. ആ ജോയൽ, നിങ്ങളേത് ഫ്ലോറിലാ? ഓക്കെ. അവൻ ഫോൺ വെച്ചിട്ട് റയാനെ നോക്കി. 3rd ഫ്ലോറിലാടാ. ഐസു ഒന്ന് റൂമിലോട്ട് മാറ്റിയെന്ന്. വാ. അവരിരുവരും നേരെ ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റിൻ്റെ ഡോർ അടഞ്ഞതും ചുവരിൽ ചാരി നിന്ന് ചിരിക്കുന്ന സ്റ്റെഫിയെ കണ്ട് റയാൻ അവനെ തുറിച്ചു നോക്കി. എന്താടാ നിനക്കൊരു കിണി? അല്ലടാ അളിയ, ഞാൻ ഓർക്കുമായിരുന്നേ, പണ്ടൊക്കെയുള്ള പെണ്ണുങ്ങൾക്ക് കുടിയും വലിയുമൊക്കെയുള്ള ആണുങ്ങളെ കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് പെണ്ണ് കിട്ടാൻ പോലും പാടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊന്നുമില്ലാത്തവർക്കാ പെണ്ണ് കിട്ടാൻ പാട്. ഇപ്പോൾ തന്നെ നോക്ക്, നിന്റെ അനിയനെ പോലെ വെള്ളയ്ക്ക് വേണ്ടി പോലും ജീവൻ കളയാനൊരു പെണ്ണ്. ആ പെങ്കൊച്ച് തന്നെ കണ്ടിട്ടാണാവോ? ഛേ. പറഞ്ഞു തുടങ്ങിയത് തമാശയായിട്ടായിരുന്നെങ്കിലും പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ സ്വരത്തിൽ പുച്ഛവും നിരാശയും പോലെ നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും അവർ നടന്ന് റൂം നമ്പർ 24 മുന്നിലെത്തിയിരുന്നു. റയാൻ ഡോറിൽ തട്ടി 2 നിമിഷത്തിനുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്ന പയ്യനെ ഒന്ന് നോക്കിയിട്ട് അവരിരുവരും അകത്തേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ കരഞ്ഞു തളർന്ന ഒരു പെൺകുട്ടി കിടന്നിരുന്നു. അവളുടെ ഇടത് കൈക്കണ്ടയിൽ ചോര പനിച്ചൊരു കെട്ടുമുണ്ടായിരുന്നു. ഇതാ സാർ ക്രിസ്റ്റി. നമ്മുടെ അപ്പുറത്തെ വിമൻസ് കോളേജിൽ ഡിഗ്രി 2nd ഇയർ പഠിക്കുക. ഇത് ക്രിസ്റ്റിയുടെ ഫ്രണ്ട് ചഞ്ചൽ.
ബെഡിൽ കിടക്കുന്നവളെയും അവൾക്കരികിലിരിക്കുന്നവളെയും അവൻ റയാനും സ്റ്റെഫനുമായി പരിചയപ്പെടുത്തി കൊടുത്തു. എന്താ തൻ്റെ പേര്? റയാനായിരുന്നു. ഞാൻ ജോയൽ. മുൻപ് റീജോയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്നു. പിന്നെ അവൻ്റെയും സെബാൻ്റെയും പോക്ക് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ ഒരകലം വന്നു പോയതാ. ഒരു തരത്തിൽ അത് നന്നായെന്ന് തോന്നുന്നു ഇപ്പോൾ. അല്ലെങ്കിൽ മനസ്സറിയാത്ത പല പാവങ്ങൾക്കും പങ്കുപറ്റേണ്ടി വന്നേനെ. ദേഷ്യമാണോ നിരാശയാണോ പുച്ഛമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഭാവത്തിൽ ജോയൽ പറഞ്ഞു. റയാൻ കണ്ണുകൾ അപ്പോഴും തങ്ങളുടെ സംസാരമൊക്കെ കേട്ടുകിടന്ന് വിങ്ങു പൊട്ടുന്നവളിലേക്കായിരുന്നു. എന്തിനാ കുട്ടി ഇങ്ങനെ എല്ലാം അറിഞ്ഞിട്ടും അവന് വേണ്ടി? നിന്നെപ്പോലൊരു പെൺകുട്ടിയെ പിച്ചു ചീന്തിയ ഒരു മൃഗമാ എൻ്റെ അനിയൻ. അവന് വേണ്ടിയാ നീ ഭ്രാന്തൊക്കെ കാണിച്ചതെന്നും ഇപ്പോൾ ഇങ്ങനെ കരയുന്നതുമെന്നും ഓർക്കുമ്പോൾ നിനക്കിട്ടൊന്ന് തരാനാ എനിക്ക് തോന്നുന്നത്. റയാൻ പറഞ്ഞത് കേട്ട് ക്രിസ്റ്റിയിൽ നിന്ന് ശക്തമായൊരു ഏങ്ങൽ ഉയർന്നു. പിന്നെ വെപ്രാളത്തോടെ അവൾ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. ഞാനിപ്പോഴും അയാളോടുള്ള സ്നേഹം കൊണ്ടല്ല ചേട്ടായി കരയുന്നേ. അതുകൊണ്ടല്ല ഞാൻ മരിക്കാൻ ശ്രമിച്ചത്. പിന്നെ? സ്റ്റെഫി ചോദിച്ചു പോയിരുന്നു. ഞാൻ എല്ലാം അറിഞ്ഞിട്ടും ആൾക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ടെന്നറിഞ്ഞിട്ടും എൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചതാ ഞാൻ. പക്ഷേ അതേ ആളിൻ്റെ കൈകൊണ്ട് ഒരു പെൺകുട്ടി ഇല്ലാതായെന്ന് ഓർക്കുമ്പോൾ ഞാൻ വെറുത്തു പോവുക. ഞാൻ അയാളെപ്പോലൊരു മൃഗത്തെ സ്നേഹിച്ച എന്നോട് പോലും എനിക്ക് അറപ്പാ. അതുകൊണ്ടാ ഈ ജന്മമങ്ങ് അവസാനിപ്പിക്കാൻ ഞാൻ. അത്രയും പറഞ്ഞതും വിങ്ങിപ്പൊട്ടി കരഞ്ഞു പോയിരുന്നു ക്രിസ്റ്റി. അത് കേട്ടതും റയാൻ അലുവോട് അവളുടെ നെറ്റിയിൽ പതിയെ തലോടി. പക്ഷേ അപ്പോഴും അവൻ്റെ കണ്ണുകൾ വാതിൽ ചാരി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരുവനിൽ തറഞ്ഞു നിന്നിരുന്നു. ആ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് മുതിരുന്ന ഓരോ തുള്ളി കണ്ണുനീരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിട്ടെന്ന പോലെ ഉരുകിയൊലിച്ചു നിൽക്കുന്ന ജോയലിനെ കാണെ അവൻ്റെ മനസ്സിലൊരു തണുപ്പ് പടർന്നു.